ജെമലി ആശുപത്രിയുടെ പരിസരത്ത് നിൽക്കുമ്പോൾ സമ്മിശ്രമായ വികാരങ്ങളുടെ കാഴ്ചകളാണ് കാണുവാൻ സാധിച്ചത്. ജെമലി ആശുപത്രിയുടെ മുമ്പിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മുമ്പിൽ പ്രാർത്ഥനാ നിരതരായി പലരും വന്നു പോകുന്നു. ഒപ്പം ആശുപത്രിയുടെ അകത്തളങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് ആകുലപ്പെടുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നാമധേയത്തിലുള്ള ചാപ്പലിൽ അവർ സമയം കണ്ടെത്തുന്നു. ഏകദേശം 44 വർഷങ്ങൾക്ക് മുമ്പാണ് വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആകുന്നത്. അദ്ദേഹം ഏകദേശം 8 പ്രാവശ്യമാണ് ചികിത്സാർത്ഥം ഈ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാകട്ടെ ഇത് 4ാം തവണയാണ് ആശുപത്രിയിൽ അഡ്മിറ്റഡായി ചികിത്സയ്ക്ക് വിധേയനാകുന്നത്. ചികിത്സാർത്ഥം ഈ ആശുപത്രിയിൽ അഡ്മിറ്റഡായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ഏകദേശം 3 ആഴ്ചകൾ പിന്നിടുകയാണ്. ഇത് 21ാം ദിവസമാണ് വിശുദ്ധ പിതാവ് തൻ്റെ ചികിത്സകളുമായി ഈ ആശുപത്രിയിൽ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പുതിയതായി ലഭിച്ച അപ്ഡേറ്റ് അനുസരിച്ച് ഇന്നലെ രാത്രിയിൽ പരിശുദ്ധ പിതാവിന് ഗൗരവമായ ശ്വാസ തടസ്സമോ ശ്വാസകോശത്തിൻ്റെ മസിലുകൾ കോച്ചുന്ന ബ്രോങ്കോസ്പാസമോ അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവ് സുഖമായി ഉറങ്ങുകയും പ്രഭാതത്തിൽ 8 മണിക്ക് എഴുന്നേൽക്കുകയും പിന്നീട് വിശ്രമിക്കുകയും ചെയ്യുന്നുവെന്നാണ് വത്തിക്കാൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച ദിവസം പരിശുദ്ധ പിതാവിൻ്റെ ജനറൽ ഓഡിയൻസ് വത്തിക്കാൻ സ്ക്വയറിൽ നടക്കേണ്ടതാണ്. മാത്രമല്ല ആ ഓഡിയൻസിനോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് എല്ലാ ബുധനാഴ്ചയും നടത്തി വന്ന യേശുവിൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് എല്ലാ ബുധനാഴ്ചയും നടത്തി വന്ന പരിശുദ്ധ പിതാവിൻ്റെ മതബോധനം അല്ലെങ്കിൽ കാറ്റക്കിസത്തിൻ്റെ സീരീസ് ഇന്ന് അവസാനിക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നാളിതുവരെയും നടത്തിയ ആ കാറ്റക്കിസത്തിൻ്റെ സീരീസ് ഒരു പുസ്തക രൂപത്തിൽ ഇന്ന് പുറത്തിറക്കുവാൻ മാർപ്പാപ്പ ആഗ്രഹിക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്തതാണ്. എന്നാൽ മാർപ്പാപ്പ ചികിത്സയിലായതുകൊണ്ട് ആ പുസ്തകം ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒരുപാട് വ്യക്തികൾ ലോകം മുഴുവനിൽ നിന്നും പരിശുദ്ധ പിതാവിൻ്റെ ജനറൽ ഓഡിയൻസിൽ പങ്കെടുക്കുവാൻ വത്തിക്കാൻ സ്ക്വയറിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ പിതാവ് ചികിത്സയിൽ ആണ് എന്നറിഞ്ഞ് അവരിൽ ചിലർ ഈ ആശുപത്രിയിൽ വന്ന് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രതിമയുടെ മുമ്പിൽ വന്ന് പ്രത്യേകമായി പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അമേരിക്കയിൽ നിന്നുള്ള പോക്ലൻഡിൽ നിന്നുമുള്ള തൻഫാം, അദ്ദേഹം ഡീക്കനാണ്. അധികം വൈകാതെ തന്നെ പൗരോഹിത്യത്തിലേക്ക് സ്വീകരിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഔചാരികമായിട്ടാണ് ഞാൻ ഇവിടെ കണ്ടത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തെ അത് ഒരുപാട് സ്പർശിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അദ്ദേഹം ഇന്ന് മാർച്ച് 5-ാം തീയതിയാണ് ബുധനാഴ്ച, പേപ്പൽ ഓഡിയൻസ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് റോമിൽ വന്നത്. പക്ഷേ പരിശുദ്ധ പിതാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരം കേട്ടപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ദുഃഖം തോന്നി. പക്ഷേ അദ്ദേഹം ചിന്തിച്ചു, പരിശുദ്ധ പിതാവ് എവിടെ കിടക്കുന്നുവോ അവിടെ പോയി പരിശുദ്ധ പിതാവിനെ കാണാം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിയനായിട്ട് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമല്ലോ എന്ന് കരുതി അദ്ദേഹം ഇവിടെ വന്നതാണ്. അദ്ദേഹം പറയുന്നത് വെയിൽ വകവയ്ക്കാതെ സമയം പോയത് അറിഞ്ഞില്ല. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയുന്നു, വീണ്ടും പരിശുദ്ധ പിതാവിന് വേണ്ടി നടത്തുന്ന ഈ പ്രാർത്ഥനകളിലൂടെ ഒരിക്കൽ കൂടി പരിശുദ്ധ പിതാവിനെ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശയെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സങ്കീർണതകൾ നിലനിൽക്കുമ്പോഴും ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായ വെളിപ്പെടുത്തലുകളൊന്നും വത്തിക്കാൻ വൃത്തങ്ങൾ പുറത്തിറക്കിയിട്ടില്ല. പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള ജപമാല പ്രാർത്ഥനകൾ അനുദിനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വത്തിക്കാൻ സ്ക്വയറിൽ പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പതിവ് പോലെയുള്ള ജപമാല പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന നാമകരണ പ്രക്രിയയ്ക്കുള്ള ഡെക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായ കർദിനാൾ മർച്ചലോ സെമറാറോയാണ്. പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള ഈ ജപമാല പ്രാർത്ഥനയുടെ ലൈവ് പ്രോഗ്രാം ഇന്ന് വത്തിക്കാൻ TV 2000-ലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ലൈവായി മറ്റുള്ളവർക്ക് ലഭ്യമാക്കുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധ പിതാവിന് വേണ്ടി നമുക്കും ആ ജപമാല പ്രാർത്ഥനകളോട് ചേർത്ത് നമ്മുടെയും പ്രാർത്ഥനകൾ ഉയർത്താം. പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ സങ്കീർണതകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ
നമ്മുടെ പ്രാർത്ഥനകൾ ഇനിയും പരിശുദ്ധ പിതാവിന് ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിലും മണിക്കൂറുകളിലും ആഴ്ചകളിലും നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ പിതാവിനായി നമുക്ക് ഉയർത്താം. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി പരിശുദ്ധ പിതാവ് ചികിത്സയിലായിരിക്കുന്ന ജമല്ലി ആശുപത്രിയിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ.